യാക്കോബിന്റെ ലേഖനം 5:17-18 വാക്യങ്ങൾ. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. പ്രാർത്ഥിക്കാൻ നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്ന പല വ്യക്തികൾ ബൈബിളിലുണ്ട്. എന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മുടെ ഉള്ളിൽ അവരെപ്പോലെയൊക്കെ നാം യോഗ്യരാണോ എന്ന ചിന്ത അലട്ടിയെന്ന് വരാം. ഇത്രയൊക്കെ പാപങ്ങൾ സംഭവിച്ചിട്ടുള്ള, ബലഹീനതകളും കുറവുകളുമൊക്കെ ഉള്ള എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ എന്ന ചിന്ത നമ്മെ ഭരിക്കാം. അല്ലെങ്കിൽ അവരെപ്പോലൊന്നും പ്രാർത്ഥിക്കാൻ എനിക്ക് അറിയില്ല, കഴിയില്ല എന്നൊക്കെ ചിന്തയുയരാം. എന്നാൽ നമ്മുടെ ഇത്തരം ചിന്തകൾക്കെല്ലാം ഉത്തരമാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ കാണുന്ന ഈ വാക്യം. നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായ ഏലിയാവിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയും അവിടുന്ന് കേൾക്കും. ഏലിയാവിൻ്റെ സ്വഭാവത്തിൻ്റെ സൂക്ഷ്മ അംശങ്ങൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പല സന്ദർഭങ്ങളിലും വ്യക്തമാണ്. നയചാതുരിയില്ലാത്ത, വെട്ടിത്തുറന്ന് സംസാരിക്കുന്ന സ്വഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അത് മാതൃകയാക്കാനല്ല, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നതും മറുപടി നൽകുന്നതും നമ്മുടെ സ്വഭാവം തികഞ്ഞതായതിനാലല്ല എന്ന് ഗ്രഹിക്കാൻ വേണ്ടി മാത്രമാണ്. വലിയ അത്ഭുത പ്രവൃത്തി ദൈവത്തിൻ്റെ നാമത്തിൽ ചെയ്ത അനന്തരം തൻ്റെ ജീവൻ അപകടത്തിലെന്ന ഭീഷണി സന്ദേശം കേട്ടപ്പോൾ ഭയന്ന് ഓടിയൊളിച്ചു. ഇത്രയൊക്കെ മതി, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാളൊന്നും നല്ലവനല്ല, ഇനി മരിച്ചാൽ മതി എന്നൊക്കെ ഏലിയാവ് തുടർന്ന് ചിന്തിക്കുന്നു. എന്നാൽ ദൈവം തന്നെ കൈവിടാതെ മനസ്സുണർത്തി വീണ്ടും തനിക്കായി ഉപയോഗിക്കുന്നു. ഓരോ ദിവസവും നമ്മുടെ സ്വഭാവം ക്രിസ്തുവിനോട് അനുരൂപമാകണം. അതിനായി ദിനംപ്രതി മാനസാന്തരപ്പെടുകയും അനുദപിച്ച ദൈവത്തോട് അടുക്കുകയും ചെയ്യണം. എന്നാൽ ജീവിതത്തിൻ്റെ ബലഹീനതകൾ ഉയർത്തിക്കാട്ടി പ്രാർത്ഥന ഉപേക്ഷിക്കരുത്. ദൈവം തൻ്റെ കൃപയാലാണ് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നതും മറുപടി തരുന്നതും. ആകയാൽ ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്തു ചെന്ന് സഹായം അപേക്ഷിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.